ഹലോ ഗായ്സ്, ഇന്ന് കുഞ്ഞാറ്റയ്ക്ക് ആനനെ കാണാൻ വേണ്ടി ഇവിടെ അടുത്ത് പൂരം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആനയൊക്കെ രാവിലെ മുതൽ ഇങ്ങനെ പോകണ്ടായിരുന്നു. അത് കണ്ടിട്ട് കുഞ്ഞാറ്റ ഒക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ, ആനനെ കാണണം പറഞ്ഞിട്ട്. കുഞ്ഞാറ്റേ, നമ്മൾ എങ്ങോട്ടാ പോണ്? ഇവിടെ ഇവിടെ അടുത്ത് നമ്മൾ താമസിക്കൂല, അവിടെ അടുത്ത് പൂരുണ്ട്. അവിടേക്ക് കുറച്ച് അങ്ങോട്ട് പോകണം. ലെഫ്റ്റ് ചെയ്തിയാ ചക്കക്കുരുണ്ട് അപ്പുറത്തുണ്ട്. ചക്കക്കുരുണ്ട് അപ്പുറത്താ. ഞങ്ങൾ പൂരം പിന്നെ ഇങ്ങനെ തരാ. അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തിയിട്ടോ. ആനയെ കാണാൻ വന്നാണെങ്കിലും ആനയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വരുമ്പോഴത്തേലും ആനയൊക്കെ സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരുപാട് കടകളുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മെയിനായിട്ട് പൂരം കാണാൻ വരാൻ ഇഷ്ടം ഇതേപോലെ കടകൾ കാണാൻ കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നും കാണാനുള്ളതല്ല. ഇതേപോലെ ഒരുപാട് കടകളും ബലൂണുകളും കളിപ്പാട്ടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് കണ്ടിരിക്കുക ഇഷ്ടം ഇതേപോലെ കമ്മലും മാല വളയും കേട്ടോ. ഇങ്ങനത്തെ കട കണ്ടാൽ ഞാൻ അവിടെ നിൽക്കും കേട്ടോ. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊരു കമ്മൽ ഞാൻ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നല്ല തകൃതിയായിട്ട് ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ. നാടൻ പാട്ടിൻ്റെ നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. കുറച്ച് നേരം അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ബലൂണുകളൊക്കെ പോകണ കണ്ടിട്ട് കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര പൊരിച്ചലായിരുന്നു കേട്ടോ. അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതാ ഒരു കുട്ടി തെക്കാൻ്റെ അകത്ത് വന്നിട്ട് കുഞ്ഞാറ്റയ്ക്ക് ഒരു സാധനം കൊടുത്തിട്ട് ഒന്നൊക്കെ മേടിക്കുമ്പോൾ അവൾ പിന്നെയും കൊടുക്കും. അങ്ങനെ ആയിട്ട് കുറച്ച് നേരം കളിപ്പിച്ചു കേട്ടോ. അതിനുശേഷം കുഞ്ഞാറ്റ ഇരിക്കാൻ്റെ തലൻ്റെ മുകളിലൊക്കെ കയറി ഇരുന്നിട്ട് ഒരുപാട് കളിക്കണൊക്കെ ഉണ്ട്. ഇതാ കുഞ്ഞു ബൊമ്മ കണ്ടപ്പോൾ അത് വേണം പറഞ്ഞു. അപ്പോൾ അതാ മേടിച്ച് കൊടുത്തു കേട്ടോ. എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കണ്ടേ, കുട്ടികളല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ കോങ്ങാട്ടിക്ക് വിട്ടു കേട്ടോ. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ വരുന്ന തിരക്കിൽ കറി വെക്കാൻ മറന്നു. അങ്ങനെ കുഞ്ഞാറ്റ് ബൊമ്മ മേടിച്ചതിന് വായി തുറക്കില്ല കൊണ്ട് പരാതി പറയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ സാധനങ്ങളൊക്കെ കുറച്ചെടുത്തു. അങ്ങനെ അതാ നമ്മൾ വീടെത്തിട്ടോ. ചോറിനെന്താ കറി? കറി വെക്കാൻ സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഉത്സവത്തിന് പോവാന്ന് പറഞ്ഞിട്ട് വീട്ടിലൊരു തുള്ളി കഞ്ഞി പോലും ഇല്ല കേട്ടോ. ചോറൊക്കെ ഉണ്ട് കേട്ടോ. ചോറൊക്കെ വെറും ചോറ് വാരി തിന്നാൻ പറ്റുമോ? കറിക്ക് ഞാൻ ചെറിയ ജീരകം ഉണ്ടായിരുന്നില്ല, അപ്പൊ ചെറിയ ജീരകം മേടിക്കും. അപ്പൊ ഇക്ക പോവാ. ചെറിയ ജീരകം അല്ലെങ്കിൽ പിന്നെ കറി വെക്കാൻ പറ്റില്ല കേട്ടോ. ചെറിയ ജീരകം അല്ലെങ്കിൽ പിന്നെ കറി വെക്കാനേ പറ്റില്ല. ഏറ്റവും തന്നല്ലേ ചെറിയ ജീരകം ഇല്ല പറഞ്ഞിട്ട് വീട്ടിൽ കറി വെക്കാണ്ടിരുന്നിരിക്കുക. സമയം ഇപ്പൊ എത്രയെന്നറിയോ? 10 മണി ആവാറായിട്ടോ. ഇപ്പോഴാണ് കറി വെക്കാൻ പോകുന്നത്. ഇനി കറി വെച്ച് ചോറുണ്ട് കിടന്നുറങ്ങുമ്പോഴേക്കും എനിക്ക് 5 മിനിറ്റ് മതിട്ടാ, വിഷയമില്ല. നീ എന്താ പച്ചവെള്ളം വെച്ച് കഴിഞ്ഞപ്പോ 5 മിനിറ്റ് കൊണ്ട് ആക്കാൻ? 5 മിനിറ്റ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കറി വെക്കാൻ പറ്റും. 2 മിനിറ്റ് കൊണ്ട് മാഗി വെക്കാന്നൊക്കെ പറയുന്നുണ്ട്. 2 മിനിറ്റ് കൊണ്ട് മാഗി ഉണ്ടാക്കി ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ ഞങ്ങള് പൂരൊക്കെ അടിപൊളിയായിരുന്നു, കണ്ടിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോ കറി വെക്കാൻ പോവാണ്. അപ്പോ ആരും ലൈക്ക് ചെയ്യണ്ട കേട്ടോ. ഒരാളും ലൈക്ക് ചെയ്യും വേണ്ട, ഷെയർ ചെയ്യും വേണ്ട, കമന്റും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ഓക്കെ, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണ്ട. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും പൂരത്തിന് വേലയ്ക്കെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് വന്നിട്ട് ഒരാൾ രാത്രി കറി വെക്കുക എന്ന് പറഞ്ഞിട്ട് കറി വെക്കാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആയിരിക്കും. അതെന്താ നോക്കുമ്പോ രസായി. രാത്രി സമയം എത്ര ഇതാ, സമയത്തിന്റെ കാര്യം പറഞ്ഞതാ. സമയം കണ്ടില്ലേ? 9:40 കണ്ടാ. ഇതില് കാണുന്ന ആരാന്ന് വിചാരിക്കണ്ട, ഞാൻ തന്നെയാണ് കേട്ടത്. കണ്ടാ, സ്ക്രീൻഷോട്ട് അല്ല, മൊബൈലിന്റെ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ എന്റെയാണ്. ആരും തെറ്റിദ്ധരിക്കട്ടെ. താടി വെച്ചുകൊണ്ട് ഇങ്ങനെ ആയതാണ്ടാ. ഞാനാണ് മുന്നേ രസം വെച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ ഇന്ന് രസം വെച്ചു അറിയാണ്ടൊന്ന് പറഞ്ഞു പോയി. കുറച്ചു ദിവസം മുമ്പ് രസം വെച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്ന് രസം തന്നെ, രസം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ പേടിയാവാൻ തുടങ്ങി മനുഷ്യര്. കറി വെക്കാൻ വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നല്ല പച്ചക്കറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഇവിടെ വന്ന് നോക്കുമ്പോ ജീരകമൊക്കെ മേടിച്ചിട്ട് കാര്യമായിട്ട് വന്നിട്ട് ജീരകം അല്ലെങ്കിൽ കറി വെക്കാൻ പറ്റില്ല വിചാരിച്ചു. ഞാൻ വിചാരിച്ചു സ്പെഷ്യലായിട്ട് എന്തോ ഉണ്ട്. ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായത് രസം. എന്താ രസം? ഒരു കുഴപ്പമില്ല. വളരെ ദിവസം രസം വെച്ചാൽ ഭയങ്കര രസല്ലേ. എന്നിട്ടിപ്പോ കറി ആവുന്നുള്ളൂ. 10 മണി ആവാറായി സമയം. ഇനി രസമായി വെക്കാൻ ഒരു പാടുമില്ല കേട്ടോ. കുറച്ച് എണ്ണ ഇടുക, കുറച്ച് എണ്ണ ഒഴിക്കുക, അത് ചതച്ചാണ്ട് ഇടുക, പിന്നെ തക്കാളി ഇടുക, ഉള്ളി ഇടത്തിൽ വെള്ളം ഒഴിക്കുക. വെറും വെള്ളം തന്നാ മതിയായിരുന്നു, ഇത്രയും പാടില്ല. അപ്പൊ എന്തായാലും ശരി, നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും സുഖമായിട്ട്. ഞാൻ ഈ രസം ആവുന്നത് വരെ അവിടെ പോയി കാത്തിക്കണം. ഓക്കെ, വീണ്ടും നല്ലൊരു വീടുമായി കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.